ബെഞ്ചമിന് തന്നെയാവൂ പറഞ്ഞൊരു വാക്ക്. അവരുടെ മൂന്നാമത്തെ മടങ്ങി വരവ് ഉലകം അവസാനിക്കാറായി. ഇംഗ്ലീഷ് രാഷ്ട്രങ്ങൾ തകരുമ്പോൾ ഇസ്രയേലിന്റെ നേർക്ക് അറബ് രാജ്യങ്ങളും ഇന്നത്തെ ഇറാനും ഇറാഖും റഷ്യയും ചൈനയും ഒരുമിക്കും. നിന്റെ സ്നേഹിതന്മാർ നിന്നെ വിട്ടുപോകും. ഇന്ന് ലോക രാജ്യങ്ങളെ വെല്ലുവിളിക്കുന്ന നീ ലജ്ജിച്ച് മുഖം താഴ്ത്തുന്ന ദിനം വരും, യഹൂദന്റെ കരയുന്ന ദിവസം. അതിനാസ്പദമായി ഒരു മൂന്നാം ലോക മഹായുദ്ധത്തിന് 3 കാര്യങ്ങൾ ഇവിടെ നടക്കുന്നു. പറയുമ്പോൾ രാത്രി അവസാനിക്കും, ബാക്കി നാളെ. ഒരു യുദ്ധം നടക്കണമെങ്കിൽ ഒരു പാത ഉണ്ടാകണം. ആയിരക്കണക്കിന് ജനങ്ങൾ മാർച്ച് ചെയ്ത് യുദ്ധമുഖത്തേക്ക് പോകുവാൻ. ആ പാതയുടെ പേരാ ചൈനയുടെ സിൽക്ക് പാത. അതാ G20 ഉച്ചകോടി നിർമ്മല സീതാരാമൻ പറഞ്ഞു, സാമ്പത്തിക ഇടനാഴി ലോകരാജ്യങ്ങൾ മുഴുവൻ ഒരുവന്റെ കരങ്ങളിൽ എത്തുവാൻ വരണം. സാമ്പത്തിക ഇടനാഴി ചൈനയുടെ സിൽക്ക് പാത. ഇത് ഇസ്രയേലിലെ ഹൈഫയിൽ വരെ എത്തുവാൻ വഴി തുറന്നു. ഇന്ത്യ 1500 കോടി രൂപ ഇസ്രയേൽ തുറമുഖത്തിന് മുടക്കി. പാത ശരിയാവുന്നു. ചൈനയുടെ സിൽക്ക് പാത. ബൈബിളിലുണ്ടോ? ഒരു അന്തിമ യുദ്ധം യെരുശലേമിൽ നടക്കണമെങ്കിൽ ഈ റോഡ് ശരിയാകണം. വായിക്കാം, യെശയ്യാ പ്രവചനം 49:12. കുഞ്ഞുങ്ങൾ നോട്ട് ചെയ്തോണം. ഇനി ഇവിടുന്ന് ആരും വന്ന് ഈ അടുത്ത സമയത്ത് പ്രസംഗിക്കത്തില്ല. ഞാനും ഇനി ഇത് അടുത്ത സമയത്ത് വെളിപ്പാടെ പ്രസംഗിക്കൂ. യെശയ്യാ 49:12 വായിച്ചാട്ട് മക്കളെ. ഇതാ ഇവർ ദൂരത്ത് നിന്നും. ഈ ബൈബിൾ ഉള്ളവരെല്ലാം എടുത്തോണേ. ഇതാ ഇവർ ദൂരത്ത് നിന്നും, ഇവർ വടക്കു നിന്നും, പടിഞ്ഞാറ് നിന്നും, ഇവർ സിനീം ദേശത്തു നിന്നും വരുന്നു. സിനീം ബൈബിളിലെ ചൈനയായി, സിനീം ദേശം ട്രിവാൻഡ്രം തിരുവനന്തപുരമായി, മദ്രാസ് ചെന്നൈയായി, ബാംഗ്ലൂർ ബംഗളൂരു ആയതുപോലെ ബൈബിളിൽ സിനീം എന്ന് പറയുന്നത് ഇന്നത്തെ ചൈന. ഈ ചൈനയിൽ നിന്ന് ഈ റോഡ് വരുന്നത്. എങ്ങനെ ഈ റോഡ് പോവും? ഇസ്രായേലിലേക്ക്. കുഞ്ഞുങ്ങൾ കേട്ടോണം. ചൈന, പാകിസ്ഥാൻ, ഇന്ത്യ, അഫ്ഗാനിസ്ഥാൻ, അത് കഴിഞ്ഞ് ഒരു സ്ഥലമെത്തും ഇറാൻ. ഇറാൻ കഴിഞ്ഞാൽ ഇറാഖ് കഴിഞ്ഞാൽ ഒരു നദിയുണ്ട്, യൂഫ്രട്ടീസ് ടൈഗ്രീസ്. അത് കഴിഞ്ഞാൽ തുർക്കി കഴിഞ്ഞാൽ സിറിയ. നേരെ ഇറങ്ങാം ഗോലാൻ കുന്നുവഴി ഇസ്രയേലിന്റെ മുകളിൽ. ആ കരമിനി ഉയർത്തിയാട്ട്. ഇതാണ് ചൈനയുടെ സിൽക്ക് പാത. ദാ കിടക്കുന്നു ബൈബിളിൽ. പ്രവചനം നിവർത്തിയാണ്. ഇതൊക്കെ നിങ്ങൾ മനസ്സിലാക്കണം മക്കളെ. അതുകൊണ്ട് എത്ര ആഴമായി ഞാൻ കിടന്ന് ബുദ്ധിമുട്ടി നോട്ട് തയ്യാറാക്കിയ പ്രസംഗിക്കുന്നതെന്നറിയാം. അതുകൊണ്ട് ഞങ്ങളുടെ ഉപദേശിമാരും ഇത്രയും പ്രസംഗിക്കത്തുമില്ല. സൈമൺ പാസ്റ്റർക്ക് അറിയാം. അങ്ങേയറ്റം പോയ 1 മണിക്കൂർ ഒരു 10 വാക്യം പ്രസംഗിക്കുന്നവരില്ല. അവർക്ക് ബുദ്ധിമുട്ടാൻ സമയമില്ല. എത്ര ബൈബിൾ പുസ്തകങ്ങൾ വായിച്ച് ചരിത്രത്തിൽ നിന്ന് എടുത്ത് ടെക്നോ പാർക്കിൽ എഞ്ചിനീയേഴ്സിൽ നിന്ന് കംപ്ലീറ്റ് ആ കുഞ്ഞുങ്ങളെ നോട്ടെടുത്തായി പ്രസംഗിക്കുന്നതെന്നറിയാമോ? ചൈനയുടെ സിൽക്ക് പാത. ഇതോ അവർ വരുന്നു. വടക്ക് നിന്നും, പടിഞ്ഞാറ് നിന്നും, കിഴക്ക് നിന്നും, സിനീം ദേശം, ചൈന. ഇതാ ചൈനയുടെ സിൽക്ക് പാത. നമ്പർ 1, ആ യുദ്ധത്തിന് വേണ്ടി ലോകം കളമൊരുങ്ങുന്നു. 2 കാര്യം കൂടെ പറയുമ്പോൾ നിർത്തും. ഇന്ന് രാത്രി അങ്ങനെയെങ്കിൽ ഇനി ഒരു കാര്യം കേൾക്കണം. ലോകത്തിലെ ഏറ്റവും നല്ലൊരു നദിയാ യൂഫ്രട്ടീസ് ടൈഗ്രീസ്. ദാണ്ട് ഇവർ കിഴക്ക് നിന്നും പടിഞ്ഞാറ് നിന്നും വരുമെന്ന് കുഞ്ഞു വായിച്ചു. ഇന്ന് രാത്രി ഞാനിവിടെ പ്രസംഗിക്കുമ്പോൾ വചനം പഠിക്കുന്ന അമ്മച്ചിമാർ അമ്പച്ചന്മാരെല്ലാം എഴുതിക്കോണം. യൂഫ്രട്ടീസ് ടൈഗ്രീസ് നദി പറ്റിക്കൊണ്ടിരിക്കുന്നു. അർത്ഥം കാര്യം എന്താണെന്നറിയാമോ? തുർക്കി എന്ന് പറയുന്ന രാജ്യം അട്ടട്ടാർ എന്നൊരു ഡാം പണിയുന്നു. ഈ വെള്ളമാ യൂഫ്രട്ടീസിൽ വരുന്നത്. ആ വെള്ളം പറ്റിയാൽ ഇന്ന് രാത്രി പാലം പോലും വേണ്ട, ചെങ്കടലിൽ കൂടി മോശയും കൂട്ടരും കടന്നതുപോലെ അന്തിമ യുദ്ധത്തിന്റെ ചാൽ കർത്താവിന്റെ വരവിൽ കൈവിടപ്പെട്ടാൽ അന്തിമ യുദ്ധം ഉണ്ടാകുമോ? യൂഫ്രട്ടീസ് പറ്റുമോ? കിഴക്ക് നിന്ന്. അതാ കുഞ്ഞിനെ കൊണ്ട് ഞാൻ വായിപ്പിച്ച ബൈബിൾ ക്ലിയർ ആയിരിക്കണം. വായിക്കാം. വെളിപ്പാട് 16-ാം അധ്യായം 12-ാമത്തെ വാക്യം. ഇത് കേട്ടിട്ട് നിങ്ങൾ കരമുയർത്തുകയും ചെയ്യണം. വെളിപ്പാട് 16:12 വായിച്ചാട്ടെ. ആറാമത്തവൻ തന്റെ കലശം യൂഫ്രട്ടീസ് എന്ന മഹാനദിയിൽ ഒഴിച്ചു. ഇറാഖിലെ യൂഫ്രട്ടീസ് എന്ന മഹാനദിയിൽ ആ കലശം ഒഴിച്ചു. അടുത്ത വാക്ക്. കിഴക്ക് നിന്ന് വരുന്ന രാജാക്കന്മാർക്ക്. കിഴക്ക് നിന്ന് വരുന്ന ചൈന, ഇന്ത്യ, പാകിസ്ഥാൻ, ഇറാൻ, ഇവിടുന്ന് വരുന്ന രാജാക്കന്മാർക്ക് വഴിയൊരുക്കേണ്ടതിന് അതിലെ വെള്ളം വറ്റിപ്പോയി. ആ കരം ഒന്ന് ഉയർത്തിയാട്ടെ. അന്തിമ യുദ്ധത്തിൽ യൂഫ്രട്ടീസ് ടൈഗ്രീസ് നദി പറ്റും.
അതുകൊണ്ട് ആ പാസ്റ്റർമാരുടെ മൊബൈലെല്ലാം വന്നു. നമ്മുടെ നെയ്യാറി പന്തയും തേക്കലും പറ്റിക്കിടക്കുന്നത് പോലെ യൂഫ്രട്ടീസ് ടൈഗ്രീസ് ഇപ്പോഴേ പറ്റി തുടങ്ങി. കാര്യം, കിഴക്ക് നിന്ന് വരുന്ന ചൈനയുടെ സിൽക്ക് പാത വഴി വരുന്ന രാജാക്കന്മാർക്ക് വഴിയൊരുക്കുവാൻ യൂഫ്രട്ടീസ് ഇപ്പോഴേ പറ്റിയെങ്കിൽ ഇന്ന് രാത്രി ഇവിടെ കേൾക്കുന്ന ദൈവ കുഞ്ഞുങ്ങളെ, ഒരന്തിമ യുദ്ധത്തിന്റെ ചാൽ ഇവിടെ മുഴങ്ങാറായി. എന്നാൽ അത് മുഴങ്ങുന്നതിന് മുമ്പ് കാന്തന്റെ കാഹളം മധ്യാകാശത്തിൽ ധ്വനിക്ക്. കരമുയർത്തുന്നവർക്കായി എല്ലാത്തിൻ്റെയും അവസാനം വന്നിരിക്കുന്നു. ആകയാൽ പ്രാർത്ഥനയ്ക്ക് സുബോധമുള്ളവരും നിർമ്മതരുമായിരിക്കും. സ്വോത്രം. അതുകൊണ്ട് ഒരു വ്യക്തി ആലോചിക്കുന്നതല്ല ഈ സുവിശേഷ യോഗം, ഒരു ദേശം ഇത് കേൾക്കണം. ഇനി അറിഞ്ഞില്ലെന്ന് ആരും പറയരുത്. അതുകൊണ്ട് ഇത്ര ക്ലിയറായി അന്തിമകാലം പറയുന്നത് 2 കാര്യം. 1, ചൈനയുടെ സിൽക്ക് പാത. 2, ഏറ്റവും നിർണായകമായി ഒരു കാര്യം നടക്കുന്നു. അറബ് രാഷ്ട്രങ്ങളും ഇന്ത്യയും പാകിസ്ഥാനുമല്ല ഈ റൂട്ടിലേക്ക് അന്തിമ യുദ്ധത്തിൽ. യൂഫ്രട്ടീസ് ടൈഗ്രീസ് പറ്റും. രാത്രി മൊബൈലിലൊന്ന് ടൈപ്പ് ചെയ്യണം, ദ സിറ്റുവേഷൻ നൗ റിവർ യൂഫ്രട്ടീസ് ടൈഗ്രീസ്, എന്നിട്ട് ഈ വെളിപ്പാടുകൂടെ എടുക്കണം. നിങ്ങളുടെ മൊബൈലിൽ വരും, ദാ പറ്റിക്കിടക്കുന്നു. അന്തിമദിനം ഈ ചെങ്കടൽ കൂടി മോശയും കൂട്ടരും കനാനിലേക്ക് പുറപ്പെടുന്നത് പോലെ യൂഫ്രട്ടീസ് പറ്റും. അന്തിമദിനം. ഇനി ഒറ്റ വാക്കൂടെ വായിച്ച് 2 കാര്യം പറയുമ്പോൾ അവസാനിക്കാം. ഈ രാത്രി എന്തുകൊണ്ട് ഈ യുദ്ധം ഇപ്പോൾ നടക്കുന്നില്ല? ഇനിയുള്ള കാര്യം ദൈവ കുഞ്ഞുങ്ങൾ ശ്രദ്ധയോടെ വായിക്കുന്നു. യെസക്കേൽ പ്രവചനം 21, 26, 27 വാക്യങ്ങൾ ബൈബിളുള്ളവരെല്ലാം എടുക്കണം. യെസക്കേൽ 21, 26, 27 വാക്യങ്ങൾ വായിച്ചാണ് മക്കളെ. യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു. ഞാനല്ല, ഇവിടുത്തെ ദൈവദാസന്മാരല്ല, യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു. ഞാൻ മകുടം നീക്കി കിരീടം എടുത്തു കളയും. അതങ്ങനെ ഇരിക്കയില്ല. ഞാൻ താണതിനെ ഉയർത്തുകയും ഉയർന്നതിനെ താഴ്ത്തുകയും ചെയ്യും. അതാ ഇന്നത്തെ ലോകഭരണം. ദാണ്ടേ ഇയ്യോബ് എഴുതി വെച്ചിട്ടുണ്ട് 34:24 എന്ന് തോന്നുന്നു. ബലശാലികളെ സിംഹാസനത്തിൽ നിന്ന് മാറ്റിയിട്ട് ബോധിച്ചവരെ അതിനകത്തിരുത്തും. താഴ്ന്നവൻ ഉയരും, ഉയർന്നവൻ താഴും. ഒരു രാഷ്ട്രീയക്കാരെയും കുറ്റം പറയല്ല. ഇന്ത്യയിലെ പ്രധാനമന്ത്രി ആരാ? നരേന്ദ്രമോദിജി. അതേ ഒരു വലിയ കുടുംബക്കാരനൊന്നുമല്ല. ഗുജറാത്തിലെ തട്ടുകടയിൽ ചായ വിറ്റോണ്ട് നടന്ന പുള്ളിക്കാരൻ 2ാമതും ഇന്ത്യയുടെ പ്രധാനമന്ത്രി. തിരുവനന്തപുരത്ത് ഇപ്പോൾ എഴുതി വെച്ചിരിക്കുക, ആനേവാല ചുനാവുമയും മോഡിജി ബൈട്ടേക. മലയാളം അടുത്ത തെരഞ്ഞെടുപ്പിൽ പുള്ളി ഇരിക്കുമെന്ന് ഇപ്പോഴേ എഴുതി തുടങ്ങി. സ്വോത്രം. കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ആരാ? സഖാവ് പിണറായി വിജയൻ. എവിടുന്ന് വന്നു? കണ്ണൂരിൽ ചെത്തുതൊഴിലാളി കുടുംബത്തിൽ 10 മക്കളിൽ ഒരാൾ. 3.5 കോടി ജനത്തെ ഭരിക്കുന്നു. 2 ടൈം. ഈ പോക്കുപോയാൽ ഇന്നത്തെ കാര്യം ഞാൻ മിണ്ടുന്നില്ല. അത് കഴിഞ്ഞിട്ട് இந்த பக்கத்தை തമിഴ്നാട്ടിരിക്കുന്നു. മുന്നാടി മുതലമച്ചർ യാർ അയ്യാ? അണ്ണാടിഎംകെ ഓഫീസിൽ ടീ പോട്ടിരുന്ന പനീർ സെൽവം. മിണ്ടുന്നില്ലല്ലോ, തീർന്നില്ല. കോട്ടയം ജില്ലയിൽ ഒരു നാരായണൻ ചേട്ടൻ ഉണ്ടായിരുന്നു, ഉഴവൂർ നാരായണൻ ചേട്ടൻ. അദ്ദേഹം ആരായി? ഇന്ത്യയുടെ പ്രസിഡൻ്റായി. തീർന്നില്ല. അത് കഴിഞ്ഞ ഇന്ത്യയുടെ പ്രസിഡൻ്റായിരുന്നു രാംനാഥ് കോവിന്ദ്. ഒരു ദരിദ്ര കുടുംബം, SC ST ട്രൈബലിൽ നിന്നാണ്. ഇപ്പോഴത്തെ ഇന്ത്യയുടെ പ്രസിഡൻ്റ് ആരാ? പിള്ളേർ മിണ്ടുന്നില്ലല്ലോ. ദ്രൗപദി എവിടുന്നാ വന്നേ? കോട്ടൂരിലെ ആദിവാസി കുടുംബത്തിൽ നിന്ന്. സന്തോഷമില്ലല്ലോ. സ്വോത്രം. ഒറീസയിലെ ട്രൈബലിൽ നിന്നാണ് വന്നത്. ആരാ? ഇന്ത്യയുടെ പ്രധാനമന്ത്രി. പിടികിട്ടിയോ? താഴ്ന്നവൻ ഉയരും, ഉയരുന്നവൻ താഴും. അതുകൊണ്ടല്ലേ പാവപ്പെട്ട രാഹുൽ ഗാന്ധി നെയ്യാറ്റിങ്കര വഴി ഭാരത് ജോഡോ പോണ്ടി വന്നത്. സന്തോഷമില്ലല്ലോ. സ്വോത്രം. അല്ലേ ഭരിച്ചാൽ പോരെ. കണ്ടോ? ഇതൊക്കെ മനസ്സിലാക്കണം. രാഷ്ട്രീയമായത് കേട്ടോ. താഴ്ന്നവൻ ഉയരും, ഉയരുന്നവൻ താഴും. അത് കഴിഞ്ഞ് ബ്രിട്ടനിലെ പ്രസിഡന്റ് ആരാ? പ്രധാനമന്ത്രി ഒരു ഞാഞ്ഞൂൽ ഇന്ത്യക്കാരൻ. കര ഉയരുന്നില്ലല്ലോ. ഇമ്മാനുവൽ മാക്രോൺ. 200 കൊല്ലം നമ്മളെ ചവിട്ടി നാശിപ്പിച്ച ബ്രിട്ടൻ. അവിടുത്തെ പ്രധാനമന്ത്രി ഒരു ഇന്ത്യക്കാരൻ. അമേരിക്ക വൈറ്റ് ഹൗസിൽ ഒരു ബ്ലാക്ക് മാൻ കയറി. വല്ലവർക്കും ഓർമ്മയുണ്ടോ? ബരാക് ഒബാമ. കര ഉയരുന്നില്ലല്ലോ അമ്മ. സ്വോത്രം. അവൻ വെള്ളക്കാരനല്ല. ആഫ്രിക്കയിൽ നിന്ന് കരിമ്പ് കൃഷി ചെയ്യാൻ വന്ന ഒരപ്പച്ചൻ്റെ മകൻ ആരായി? അമേരിക്കയുടെ പ്രസിഡന്റായി. താഴ്ന്നവൻ ഉയരും, ഉയരുന്നവൻ താഴും. ക്ലിയർ. എൻ്റെ വിഷയം അതല്ല, യുദ്ധം. വായിച്ചാട്ട അടുത്ത വാക്ക്. അങ്ങനെ ഞാനതിന് ഉന്മൂലനാശം. അത് ഞാൻ ആദ്യ ദിവസം പ്രസംഗിച്ചു. 1914 മുതൽ 17 വരെ ഒരു യുദ്ധം കഴിഞ്ഞു. 2 വൈര് ഉന്മൂലനാശം. അത് ഇന്നലെ പ്രസംഗിച്ചു. 39 മുതൽ 45 വരെ. ഇനി ഒരു യുദ്ധം കൂടെ ഉള്ളു. 3-4 ലോകമഹായുദ്ധം. അത് വൈര് ഉന്മൂലനാശം വരുത്തും. അപ്പൊ ഇതിന്റെ പുറകിൽ ഉന്മൂലനാശം വരാറായി. എന്നാൽ
അതിനു മുമ്പ് ഒരു സംഭവം നടക്കും. അതിനു വേണ്ടിയ കാവല്ലൂർ ദൈവസഭ ഈ യോഗം വെച്ചത്. ആ കാര്യം കുഞ്ഞൊന്ന് വായിച്ച് സഹായിച്ചാട്ടെ. അതിന് അവകാശമുള്ളവൻ വരുവോ അതില്ലാതെ കരമുയർത്തി ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഇതാരംഭിക്കുന്നതിന് മുമ്പ് തന്റെ ഭക്തന്മാരെ ചേർക്കുവാൻ 1000 വിശുദ്ധന്മാരുമായി കാന്തൻ മധ്യാകാശത്തിൽ വരും. എത്ര പേർക്ക് ഇന്ന് രാത്രി ജാതിയോട് എതിർക്ക്, രാജ്യം രാജ്യത്തോട് എതിർക്ക്, ക്ഷാമവും ഭൂകമ്പവും ഉണ്ടാകും. എന്നാൽ അതിവിടെ ആരംഭിക്കുന്നതിന് മുമ്പ് ചങ്കില ചോരയാൽ കഴുകൽ പ്രാപിച്ച ദൈവമക്കളെ ചേർക്കുവാൻ യേശു മധ്യാകാശത്തിൽ വരും. ഗലീല പുരുഷന്മാരെ, നിങ്ങൾ ആകാശത്തിലേക്ക് നോക്കി നിൽക്കുന്നത് എന്ത്? നിങ്ങളെ വിട്ട് പിതാവിൻ്റെ സന്നിധിയിലേക്ക് പോയി യേശു പോയതുപോലെ മടങ്ങി വരും. സഭയുടെ ഭാഗ്യകരമായ പ്രത്യാശ. ഇന്നലെ രാത്രി ഞാനൊരു കാര്യം പറഞ്ഞു. 1-ാം ലോകമഹായുദ്ധം ഒരു സംഘടന വന്നു, ലീഗ് ഓഫ് നേഷൻസ്. 2-ാം ലോകമഹായുദ്ധം ഒരു സംഘടന വന്നു, ഇന്നുകൊണ്ട് പേപ്പർ സംഘടന, യുണൈറ്റഡ് നേഷൻസ്. അങ്ങനെയെങ്കിൽ 3-ാം ലോകമഹായുദ്ധം കഴിഞ്ഞാൽ ദാ വരുന്നു മൈക്രോ ചിപ്പുമായി 10 കൊമ്പും 7 തലയും, കൊമ്പുകളിൽ 10 രാജമുടിയും, ദൂഷണ നാമം നിറഞ്ഞൊരു മൃഗം സമുദ്രത്തിൽ നിന്ന് കയറുന്നത് ഞാൻ കണ്ടു. അത് പുള്ളിപ്പുലിക്ക് സദൃശം. അതിൻ്റെ കാൽ കരടിയുടെ കാൽ, അതിൻ്റെ വായു സിംഹമുഖം, അതിന് മഹാസർപ്പം, വലിയ ശക്തി, അധികാരം. ഒരു വേൾഡ് റൂളർ വരാറായി. എന്നാൽ 3-ാം ലോക മഹായുദ്ധത്തിന് ഒരുവൻ ഭരണത്തിൽ വരുന്നതിന് മുമ്പ് ഇന്ന് രാത്രി ചങ്കില ചോരയാൽ കഴുകൽ പ്രാപിച്ച ദൈവമക്കൾ പറയണം, ഒരു രാജാവ് നീതിയോടെ വാഴും. കരമുയർത്തി അവൻ്റെ പ്രഭുക്കന്മാർ നേരോട് ന്യായം വിധിക്കും. അത്ഭുതമന്ത്രി, വീരനാ ദൈവം, സമാധാനത്തിന്റെ പ്രഭുവായി, രാജാക്കന്മാരുടെ രാജാവായി കർത്താവ് വരും. ഇന്ന് ഈ ഇസ്രയേൽ ഇന്നത്തെ ഗാസ നടക്കുമ്പോൾ ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞൊരു വാക്ക് വായിക്കാം. യഹൂദന്റെ അവസാനത്തെ മടങ്ങി വരെ കോവിഡിൽ സകല യഹൂദന്മാരും പോയി. ഇന്ത്യയിലും കണ്ട 5 ഉള്ളു. എത്യോപ്യയിൽ നിന്ന് എല്ലാവരും പോയി. ഏലാത്താഴ് വരെ ഒടുങ്ങി. ഡേവിഡ് ബെൻഗൂറിയൻ എയർപോർട്ടിൽ വരുന്ന യഹൂദനെ എതിരേൽക്കാൻ ഓശാനയും തുടങ്ങി. ബൈബിളിനകത്തുണ്ടോ? അവരുടെ 3-ാമത്തെ മടങ്ങി വരവ് ഉലകം അവസാനിക്കാറായി. വായിക്കാൻ മോളെ എസെക്കിയേൽ പ്രവചനം 34:24. അവസാനത്തെ യഹൂദന്റെ മടങ്ങി വരവ് ദാ നടക്കുന്നു. ഡേവിഡ് ബെൻഗൂറിയൻ ബെഞ്ചമിൻ തന്നെ പറഞ്ഞ് ഏവരും മടങ്ങി വരട്ടെ. വായിച്ചട്ടെ. ഞാൻ നിങ്ങളെ ജാതികളുടെ ഇടയിൽ നിന്ന്, ഇനി അവസാനത്തെ മടങ്ങി വരവ്, ഞാൻ നിങ്ങളെ ജാതികളുടെ ഇടയിൽ നിന്ന്, സകല ദേശങ്ങളിൽ നിന്നും നിങ്ങളെ ശേഖരിച്ച്, ദാ കിടക്കുന്നു ഗാസാക്രമണത്തിൽ ശേഖരിച്ച് സ്വന്തം ദേശത്തേക്ക് വരുത്തും. കരമുയർത്തിയാട്ടെ. 3-ാമത്തെ യഹൂദന്റെ മടങ്ങി വരവ്. അതാ ഞാൻ 1 അടിമ വീടായ ഫറവോന്റെ കട്ടക്കളത്തിൽ നിന്ന് ആദ്യ ദിവസം അവന്റെ ബലമുള്ള കൈ നിങ്ങളെ പുറപ്പെടുവിച്ചു. 2 നിങ്ങൾ ഇന്നലെ കണ്ടു. യെശയ്യാ 11 ഞാൻ വായിച്ചു. 2-ാമതും ലോകരാജ്യങ്ങളിൽ നിന്ന് അവനെ കരം നീട്ടി കൊണ്ടുവന്നു. ദാ കോവിഡ് ഗാസ വിഷയത്തിൽ 3-ാമതും അവനെ കരം നീട്ടി കൊണ്ടുവന്നെങ്കിൽ ഒരന്തിമ യുദ്ധം ഇവിടെ ആരംഭിക്കാറായി. മക്കളെ, ആ യുദ്ധം തുടങ്ങുന്നതിന് മുമ്പ് കാൽവറിയിലെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കളെ ചേർക്കുവാൻ 10,000 പേർ സുന്ദരനായി കാന്തൻ വരാറായി. കാവല്ലൂരെ, കാലം സമീപമായി. ദൈവരാജ്യം സമീപിച്ചു. മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിലേക്ക് മടങ്ങി വാ. നാഥന്റെ വരവിൻ്റെ ചിലമ്പൊലികൾ മുടങ്ങാൻ കാലമായി. ഇന്ന് രാത്രി ലോകത്തിലെ ഏറ്റവും വലിയ കപ്പലായിരുന്നു ടൈറ്റാനിക്. മുന്നറിയിപ്പുകളെ അവനുകരിക്കരുത്. 1912 ഏപ്രിൽ മാസം 14-ാം തീയതി യാത്രയായി. 50,000 ഹോഴ്സ് പവർ എഞ്ചിൻ. ക്യാപ്റ്റൻ സ്മിത്ത് പറഞ്ഞു, ദൈവം വിചാരിച്ചാലും ഇതിനെ തകർക്കാൻ പറ്റത്തില്ല. ഇന്ന് രാത്രി 3,500 പേർ, 2,224 കിലോമീറ്റർ യാത്ര, 357 92 വീതി, 52 ഉയരം. ആ കപ്പൽ തകരത്തിൽ നിന്ന് സകലരും പറഞ്ഞു. എൻ്റെ വിഷയം അതല്ല. മുന്നറിയിപ്പുകളെ അവഗണിക്കരുത്. അറ്റ്ലാന്റിക് സമുദ്രത്തിൽ 4 ദിവസം ചെന്നപ്പോൾ ഭയങ്കരമായ മഞ്ഞുകട്ട, മഞ്ഞുമല. ക്യാപ്റ്റൻ സ്മിത്തിനോട് പലരും പറഞ്ഞു, സാറേ വഴി മാറ്റിവിട്. അദ്ദേഹം പറഞ്ഞു, ദൈവം വിചാരിച്ചാലും ഇതിനെ തകർക്കാൻ പറ്റത്തില്ല. അവസാനം മുന്നറിയിപ്പുകളെ അവഗണിച്ച ടൈറ്റാനിക് കപ്പൽ എവിടെ ചെന്നു? അറ്റ്ലാന്റിക് സമുദ്രത്തിൽ മഞ്ഞുമലയിൽ കന്യാത്രയെ തകർന്നു. എൻ്റെ വിഷയമല്ല ടൈറ്റാനിക്, ബാക്കി നാളെ പറയാം. അതിനകത്തൊരു ഇംഗ്ലീഷുകാരൻ്റെ പുസ്തകം ഞാൻ വായിച്ചു. ടൈറ്റാനിക്കിൽ നിന്ന് രക്ഷപ്പെട്ട ഒരു ഇംഗ്ലീഷുകാരൻ, അദ്ദേഹത്തിൻ്റെ മുറി താഴെയാ. $3 ലക്ഷം തലേണയുടെ കീഴിരിപ്പുണ്ട്. ടൈറ്റാനിക്ക് തകർന്നപ്പോൾ അദ്ദേഹം മെസ്സിൽ മേളിൽ നിന്ന് ചാപ്പാട് കഴിച്ചുകൊണ്ടിരിക്കുക. അപ്പോഴാ കുലുക്കോയിടി. അദ്ദേഹം ആലോചിച്ചു,
ഞാൻ താഴെ പോയാൽ $3 ലക്ഷം എടുക്കാം, പക്ഷേ അറ്റ്ലാന്റിക് സമുദ്രത്തിലേക്ക് താന്നു പോകും. ആ മെസ്സിൻ്റെ സൈഡിൽ ലൈഫ് ജാക്കറ്റ് തൂക്കിയിട്ടിട്ടുണ്ട്. $3 ലക്ഷം മറന്നു, ലൈഫ് ജാക്കറ്റ് എടുത്തു, 3 ഓറഞ്ച് എടുത്ത് പാൻറ്റിൻ്റെ പോക്കറ്റിൽ തിരികെ കടലിൽ ചാടി രക്ഷപ്പെട്ടു. ഇന്ന് രാത്രി, ഇന്നുള്ള ആകാശവും ഭൂമിയും ഇവിടെ ദൈവം തീക്കായി സൂക്ഷിക്കുമ്പോൾ, ഇന്ന് രാത്രി ധനം നിന്റെ നിത്യതയിൽ എത്തിക്കത്തില്ല. നിന്റെ മുൻപിൽ ഇന്ന് രാത്രി ഒരു ലൈഫ് ജാക്കറ്റ് ഉണ്ട്. അതിൻ്റെ പേരാ ക്രൂശിക്കപ്പെട്ട ക്രിസ്തു. കരമുയർത്തുന്നവർക്കായി. അതുകൊണ്ട് ഇന്ന് രാത്രി മടങ്ങി വാ. ഒരുവൻ ധനവാനായി തീർന്നാലും അവൻ്റെ ഭവനത്തിൻ്റെ മഹത്വം വർദ്ധിച്ചാലും അവൻ മരണത്തോടുകൂടി ഒന്നും കൊണ്ടുപോകത്തില്ല. ഇന്ന് രാത്രി മടങ്ങി വാ. ഞാനൊരു പാപി എന്നാര് പറയും? ഇന്നലെ രാത്രി ഞാൻ പറഞ്ഞില്ലേ, പഴയ നിയമത്തിൽ ഒരു പൈതൽ പാപം ചെയ്താൽ കല്ലെറിഞ്ഞു കൊല്ലും. എന്നാൽ പുതിയ നിയമത്തിൽ കൃപയുടെ പ്രമാണം. പഴയ നിയമത്തിൻ്റെ ആചാരപ്രകാരം ഒരു പെൺകുട്ടി പാപം ചെയ്താൽ പാളയത്തിനകത്ത് കൊണ്ടുവന്ന് അവളെ ചുട്ടുകൊല്ലാണ്, ആരോ ആയിക്കോട്ട്. എന്നാൽ മോശയുടെ ന്യായപ്രമാണ പ്രകാരം പാപിനിയായ സ്ത്രീയെ പിടിച്ച് യേശുവിൻ്റെ മുൻപിൽ കൊണ്ടുവന്നു. ശബത്തിൽ പരീശന്മാർ പറഞ്ഞു, അവളെ കല്ലെറിഞ്ഞ് തീ വെച്ചു കൊല്ലാം. യേശു എന്ത് പറയുന്നു? യേശു നിലത്ത് പേരെഴുതി. ഈ പുള്ളികളെല്ലാം സ്ഥലം വിട്ടു. കാര്യം എന്താ? ആര്യങ്കോട് അവന്മാരെല്ലാം പ്രതികളാവും, പോക്സോ കേസ്, എല്ലാ സ്ഥലം പോയി. സ്വോത്രം. അവസാനം ആ പെങ്കൊച്ച് മാത്രം നിൽക്കുക. ആ കുഞ്ഞിൻ്റെ തലയെ കൈവച്ചിട്ട് എൻ്റെ യേശു പറഞ്ഞു, മോളെ, ഇനിമേൽ നീ പാപം ചെയ്യരുത്. കരമുയർത്തുന്നവർക്കായി. പാപത്തെ വെറുക്കുകയും പാപിയെ മാറോട് ചേർത്ത് കൃപയുടെ പ്രമാണത്ത് നിത്യതയിലെത്തിക്കുന്ന നല്ലൊരു കർത്താവിന് ഇന്ന് രാത്രി ഞങ്ങൾ പരിചയപ്പെടുത്തുന്നു. ക്രൂശിതനായ ക്രിസ്തു. അവസരങ്ങൾ നഷ്ടപ്പെടുത്തരുത്. അടുത്ത വർഷം ഇവിടെ ഒരു യോഗം നടക്കുമെന്ന് എനിക്കറിയത്തില്ല, പക്ഷെ അവസരങ്ങൾ നഷ്ടപ്പെടുത്തരുത്. അമേരിക്കയിൽ ഒരു ചെറുപ്പക്കാരനുണ്ടായിരുന്നു. അവൻ്റെ പേരാ ജോർജ് വിൽസൺ. അവൻ 2 പേരെ കൊന്നു. 28 വയസ്സേ ഉള്ളൂ. അവന് കോടതി കൊടുത്ത ശിക്ഷ മരണശിക്ഷ. ആ സമയത്ത് അവൻ്റെ അപ്പനും അമ്മയും ഒരു മകനേ ഉള്ളു. ജഡ്ജിയുടെ അടുത്ത് പോയി, സാറേ, കൊച്ചു പയ്യന രക്തത്തിളപ്പ് ചെയ്തു പോയതാണ്. അദ്ദേഹം പറഞ്ഞു മരണയോഗ്യനാണെന്ന്. സ്വോത്രം. ആരോ പറഞ്ഞു അമേരിക്കയിൽ നല്ലൊരു ദൈവ മനുഷ്യനാണ് ആൻഡ്രൂസ് ജാക്സൺ, പ്രസിഡന്റ്. സാറിൻ്റെ അടുത്ത് പോയാൽ ഒരു വിടുതൽ കിട്ടും. അവരോടി ആൻഡ്രൂ ജാക്സണ് കത്ത് കൊടുത്തു. 2 എഴുത്ത് തിരിച്ച് പുള്ളി കൊടുത്തു. 1 ജയിലിൽ കൊണ്ടുപോയി അവൻ ഒപ്പിടണം, ഇനി ഞാൻ നല്ല നടപ്പ്. സൂപ്രണ്ട് എഴുതി തരണം, ഇവനെ കൊണ്ട് കുഴപ്പമില്ല. ഇത് 2 കൊണ്ടുവരുമ്പോൾ റിലീസ് ഓർഡർ ഞാൻ തരാം. 2 എഴുത്തുമായി അപ്പനും അമ്മയും ഓടി വന്നിട്ട് ജയിലിലെ സൂപ്രണ്ടോട് പറഞ്ഞു, സാറേ, ദൈവം ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടു. എന്താ സംഭവിച്ചത്? ഞങ്ങളുടെ മോന് വിടുതൽ കറിഞ്ഞ്. സൂപ്രണ്ട് പേപ്പർ മേടിച്ചു. എന്നിട്ട് പറഞ്ഞു, മോൻ അകത്തുണ്ട്, സെല്ലിൽ കൂടെ കൊടുത്ത് ഒപ്പിട്ട് കൊണ്ടുപോവാ. എൻ്റെ പേപ്പർ ഞാൻ ഒപ്പിട്ട് തരാം. അവിടെ കൊണ്ടുപോയി പ്രസിഡന്റ് റിലീസ് തന്നാൽ ഞാൻ അവനെ തുറന്നു വിടാം, നിങ്ങളുടെ മകനെയും കൊണ്ടുപോയി. അവരോടി സെല്ലിൻ്റെ വഴിത്താരയിൽ കണ്ണുമടച്ച് നിൽക്കുന്ന ആ ചെറുപ്പക്കാരൻ. എന്താ സംഭവിച്ചതെന്നറിയാമോ? ആ ചെറുപ്പക്കാരൻ ഒന്ന് മാത്രമേ ഉള്ളൂ. അവൻ വിളിച്ചു, അപ്പനമ്മേ, മോനെ വാ, നിന്റെ പേപ്പർ ഇതാണ്ട്. ഈ ചെറുപ്പക്കാരൻ മേടിച്ചു. വായിച്ചിട്ട് 2 പേരെ കൊന്നവൻ ആ പേപ്പർ ജയിലിൽ വലിച്ചു കയറി കളഞ്ഞു. അപ്പനും അമ്മയും നെഞ്ചത്തടിച്ച് നിലവിളിച്ചു. സൂപ്രണ്ട് വന്നിട്ട് പറഞ്ഞു, അയ്യോ, അവൻ്റെ അവസാന ചാൻസും അവൻ നഷ്ടപ്പെടുത്തി. ഇന്ന് രാത്രി വചനം കേൾക്കുന്നവരെ ആ പേപ്പർ കീറിക്കളഞ്ഞു. അവർ പിന്നെ പ്രസിഡന്റിൻ്റെ അടുത്ത് പോയില്ല, ഫെഡറൽ കോർട്ടിൽ പോയി ജഡ്ജിയോട് കാര്യം പറഞ്ഞു. ജഡ്ജി പറഞ്ഞു, ഞാൻ അവനെ തൂക്കാൻ വിധിച്ചതാ, നിങ്ങൾ എന്നിട്ട് പ്രസിഡന്റിൻ്റെ അടുത്ത് പോയി, അയാൾ ദൈവജ്ഞം കൊണ്ട് തന്നാൽ അതും അവൻ അലക്ഷ്യമാക്കിയെങ്കിൽ അവൻ മരണയോഗ്യൻ. കരമുയർത്തുന്നവർക്കായി ഇന്ന് രാത്രി നിത്യരക്ഷയുടെ ടിക്കറ്റ് നിന്റെ വീട്ടിനകത്ത് ലഭിച്ചിട്ട് ഇതുവരെ കൈക്കൊള്ളാതെ അലക്ഷ്യമായി വലിച്ചെറിയുന്ന കാവല്ലൂര് വരാനിരിക്കുന്ന ന്യായവിധിക്കകത്ത്, വേരും കൊമ്പും നശിച്ചു പോകുന്ന ന്യായവിധിക്കകത്ത് പട്ടുവീഴാതെ ഇന്ന് രാത്രി നിത്യരക്ഷയുടെ ടിക്കറ്റ് കരസ്ഥമാക്ക്. നിന്നെ ചേർക്കാൻ യേശു വരാറായി. പലരും വിചാരിക്കും ഉപദേശിമാർ എത്ര പേര് ഈ മണ്ണിൽ കടന്ന് പ്രസംഗിച്ചു. IPCയുടെ പാസ് കെ അബ്രഹാം, ജോർജ് ശാസ്ത്രി, കൊച്ചു കുഞ്ഞപ്പി, വലിയ കുഞ്ഞപ്പി, ആശാരി, അതിനുശേഷം പോൾ ഗോപാലകൃഷ്ണൻ സാർ, ഞങ്ങളുടെ അത് കഴിഞ്ഞിട്ട് തോമസ് മാമൻ, അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ സജു ചാത്തന്നൂർ, എല്ലാവരും പറയുന്നത് യേശു വരാറായി. കുറേ നാളുകൊണ്ട് പറയുന്നു, കേൾക്കുന്നില്ല. പക്ഷേ ഇന്ന് രാത്രി ബുദ്ധിയുള്ളവൻ കേൾക്കാട്ടെ. ഈ കീഴാറൂറ് ആറ്റിൻ്റെ തീരത്തൊരു മരം ഉണ്ടായിരുന്നു. സ്തോത്രം. മരത്തിനകത്ത് 2 കൂട്ടരുണ്ടായിരുന്നു. 1, 2 ചില്ലകളിൽ കുരുവി. അത് കഴിഞ്ഞിട്ട് മേളിൽ 1, 2 കുരുവി. താഴെ 3, 4 താഴോട്ട് വരുമ്പോൾ കുരങ്ങന്മാരും ഉണ്ടായിരുന്നു. എന്താ കുരങ്ങൻ്റെ വീട്ടിലെ പ്രശ്നം?
കള്ളുകുടി, സീരിയലും പാർട്ടിയും. കുരുവിയുടെ വീട്ടിൽ എന്തതിശയമേ ദൈവത്തിന് സ്നേഹം. അങ്ങനെ ഇരുന്നപ്പോഴാണ് നെയ്യാർ ഡാമിലെ ഷട്ടർ ഒരു ദിവസം പ്രളയത്തിൽ 2 എണ്ണം അങ്ങ് തുറന്ന് വെള്ളം എവിടെ വന്ന് മണ്ഡപത്തിൻകടി വഴി വന്ന് കീഴാറൂരിൽ നിന്ന മരത്തിൽ ഒരൊറ്റയടി 4 പേര് തളർന്നുപോയി. മരം ഇങ്ങോട്ട് കമന്ന്. കുരുവി ഒറ്റ കാര്യം പറഞ്ഞു, ചേട്ടാ അടുത്ത പ്രളയത്തിന് മുമ്പ് മരം വീഴും, 4 എണ്ണം റെഡിയായി. ചേട്ട ഏതെങ്കിലും മരം തേടി പോകണം. കുരുവിയോട് കുരങ്ങൻ ചോദിച്ചു, നീ എங்கே പോവും? കുരുവി പറഞ്ഞു, എനിക്ക് ചിറകിരിക്കുന്നത്, ഞാൻ എവിടെങ്കിലും പൊക്കോളാന്ന്. സ്വോത്രം. അങ്ങനെ ഇരുന്നപ്പോഴാ ഒരു സുപ്രഭാതി ഓക്കി, റീത്തയും കത്രീനയും ബിൽമയും കാർവിയും എല്ലാം കൂടെ ഒറ്റയടി. സ്വോത്രം. ആരോടും ചോദിച്ചില്ല. നെയ്യാറിൽ വാച്ച്മാൻ 4 ഷട്ടർ 7:30 തുറന്ന്. സന്തോഷമില്ലല്ലോ. മണ്ഡപത്തിൻകട വഴി വെള്ളം ഒറ്റ വിറക്കം കീഴാറൂർ. മിണ്ടുന്നില്ല. വൈകിട്ട് കള്ളും കുടിച്ച് കഞ്ചാവ് അടിച്ച് കറുത്തമുത്തും ചന്ദനമരയും കണ്ടുകൊണ്ടിരുന്ന കൊരങ്ങൻ ചേട്ടന്മാർക്ക് എന്ത് പറ്റി? മരത്തിൻ്റെ വേര് കിടക്കുന്നു, മൂടോടെ താട്. കുരുവി കിറവുണ്ടായോണ്ട് പറന്ന് അതിൻ്റെ പണിക്കും പോയി. സ്വോത്രം. കഥ ചെറുതെങ്കിലും വചനം മനസ്സിലാകുന്നവർക്കായി ഇന്ന് രാത്രി ആകയാൽ എൻ്റെ ഈ വചനങ്ങളെ കേട്ട് പാറമേൽ അടിസ്ഥാനമിട്ട് ഭവനത്തെ പണിയുന്നവൻ ബുദ്ധിയുള്ള മനുഷ്യനെ പോലെ കൊടുങ്കാറ്റടിക്കും പെരുങ്കാറ്റടിക്ക്, എന്നാൽ ക്രിസ്തുവാകുന്ന പാറമേൽ അടിസ്ഥാനമിട്ട് ഭവനം വീഴുവാൻ അനുവദിക്കത്തില്ല. ഇന്ന് രാത്രി കാലം തീരാറായി. ഇന്ന് രാത്രി എന്നാൽ മണലിന്മേൽ അടിസ്ഥാനമിട്ട ഭവനം. കരമുയരുന്നില്ലല്ലോ. എത്ര മുന്നറിയിപ്പ് കേട്ടിട്ടും പെരുങ്കാറ്റും കൊടുങ്കാറ്റും വന്നു. ഈ നിത്യരക്ഷ അവഗണിച്ച് കാവലൂർ ആരെങ്കിലും പോയാൽ വരാനിരിക്കുന്ന കാലഘട്ടത്തിൽ പെരുങ്കാറ്റിലും കൊടുങ്കാറ്റിലും മണലിന്മേൽ അടിസ്ഥാനമിട്ട ഭവനം അത് വീണു പോയി. അതിൻ്റെ വീഴ്ച വലുതായി. ഒരിക്കൽ കൂടി ഈ സത്യവചനം കേട്ട് ഈ രാത്രി ആത്മാവ് സഭകളോട് പറയുന്നത് ചെവിയുള്ളവൻ കേൾക്കട്ടെ. ജയിക്കുന്നവനെ ആലയത്തിൻ്റെ നടുത്തോടായി മാറ്റുവാൻ യേശു വരാറായി. ടൈം ഈസ് ഓവർ. അന്തിമയുദ്ധം യെരൂശലേമിലേക്ക്. ബാക്കി നാളെ ഒരു വാക്യം വായിച്ച് പാട്ടുപാടാം. മത്തായി 23:37 ഇന്ന് രാത്രി അവസാനിപ്പിക്കാം. വായിച്ചാട്ട് മക്കളെ. മത്തായി 21:37. യെരൂശലേമേ, യെരൂശലേമേ. എല്ലാ കരങ്ങളും ഉയർത്തണം. ഞാനല്ല, യേശു പറഞ്ഞതാ. അന്തിമയുദ്ധം യെരൂശലേമിലേക്ക്. യെരൂശലേമേ വായിച്ചാട്ടെ. പ്രവാചകന്മാരെ കൊല്ലുകയും നിന്റെ അടുക്കൽ അയച്ചിരിക്കുന്നവരെ കല്ലെറുകയും ചെയ്യുന്നവളെ. നിന്റെ അടുക്കലായ അയച്ചിരിക്കുന്നവരെ കല്ലെറുകയും ചെയ്യുന്ന അടുത്ത വാക്ക്. കോഴി തന്റെ കുഞ്ഞുങ്ങളെ ചിറകിൻ കീഴിൽ ചേർക്കും പോലെ നിന്റെ മക്കളെ ചേർത്തുകൊള്ളുവാൻ എനിക്ക് എത്ര വട്ടം മനസ്സായിരുന്നു, നിങ്ങൾക്കോ മനസ്സായില്ല. കരമുയർത്തിയാട്ടെ. അന്തിമ യുദ്ധത്തിലേക്ക് യഹൂദൻ വരാറായി. യെരൂശലേം നിലവിളിക്കുന്ന കാഴ്ച ഈ തലമുറയിൽ വെളിപ്പെടാറായി. എന്നാൽ ഇന്ന് രാത്രി അത് സംഭവിക്കുന്നതിന് മുമ്പ് പാറയുടെ പിളർപ്പിലും കടുന്തൂക്കിലും ഇരിക്കുന്ന പ്രാവേ, നിന്റെ മുഖം ഞാനൊന്ന് കണ്ടോട്ടെ. 2 പ്രാവിനെ യാഗപീഠത്തിൽ കൊണ്ടുവരും. ശ്രദ്ധയോടെ കേട്ടാട്ടെ. കാലുകൾ 2 കെട്ടിവെച്ചിരിക്കും. യാഗത്തളി ആചരിക്കുവാൻ മാർപതക്കത്തിൽ നിന്ന് കത്തിയെടുക്കും. പുരോഹിതൻ 2 പ്രാവിന്റെ മുഖം നോക്കും. ഒരു പ്രാവിന്റെ കഴുത്തറക്കും. ആ രക്തം കുറുപ്രാവിന്റെ മുഖത്ത് തെറിക്കും. ആ പ്രാവ് പിന്നെ മിണ്ടത്തില്ല. ആ പ്രാവിന്റെ തല യാഗപീഠത്തിൽ ഞെക്കിപ്പിഴിയും. ഓ, രക്തം കട്ടകട്ടയായിട്ടൊഴുകും. മിന്നി വെളിച്ചത്തിൽ കണ്ണൊന്നടയ്ക്കും. അത് പുരോഹിതൻ തീർത്ത് കഴിഞ്ഞ് യാഗപീഠത്തിൽ വെള്ളമൊഴിച്ച് വൃത്തിയാക്കും. ആ കത്തി കഴുകി മാർപതക്കത്തിലിടും. കുറച്ച് കഴിയുമ്പോൾ ഈ പ്രാവ് മിണ്ടാതിരിക്കും. അനങ്ങാൻ പറ്റത്തില്ല, കാലെ കെട്ടുകിടക്കുക. ആ പുരോഹിതന്റെ മനസ്സിൽ ഒരു തോന്നൽ വരുമ്പോൾ കെട്ടങ്ങറക്കും. അറത്ത പ്രാവ് ആരെയും നോക്കത്തില്ല, ഓടും പാറയുടെ പിളർപ്പിലും കടുന്തൂക്കിലും. ഇന്ന് രാത്രി കർത്താവിന് വേണ്ടി ഇറങ്ങിത്തിരിച്ച പെരുങ്കടവിള, ആലത്തൂർ, കീഴാറൂർ, പടപ്പിത്തോട്ടം, മുഴങ്കൽ, ആങ്കോട്, ഈ എല്ലാ സ്ഥലത്തും ഞാൻ പ്രസംഗിച്ച് എനിക്കറിയാം. വചനം കേട്ടിറങ്ങി അപ്പച്ച അമ്മച്ചി, ആരും നിന്റെ മുഖം കണ്ടില്ലെങ്കിലും നിന്റെ മുഖം കാണുന്ന ദിനം ഈ തലമുറയിൽ വരാറായി. ആരാ? പാറയുടെ വിളർപ്പിലും കടുതൂക്കിലും ഇരിക്കുന്ന പ്രാവേ, നിന്റെ മുഖം ഞാനൊന്ന് കണ്ടോട്ടെ. ബാക്കി നാളെ രാത്രി ഇസ്രയേലേ നിന്റെ ദൈവത്തെ എതിരേൽപ്പാൻ ഒരുങ്ങിക്കൊള്ളുക. അന്തിമയുദ്ധം. എല്ലാവരും എഴുന്നേറ്റാട്ടെ. നമുക്ക് പ്രതിഫലം തരാൻ നാഥൻ വരാറായി.